ഇത് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ് വിപിൻ. ഇപ്പോഴും ഡൈനിങ് ഏരിയ കിച്ചൺ പറഞ്ഞിട്ടാണ് ഇതാണ് മ്യൂറൽ പെയിൻറ്റിങ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മറൈൻ പ്ലൈവുഡ് ആണ്. അതേസമയം ഗ്രീൻ കോട്ട സ്റ്റോൺ അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഏരിയയിലൊക്കെ വുഡ് തന്നെ പോയിരിക്കുന്നു. അത് നമ്മുടെ TV യൂണിറ്റാണ്. ഇവിടെയാണ് പ്രയർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. പലപ്പോഴും ഹോം ഡോറുകൾ കാണിക്കുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോം ഡോർസ് നമ്മൾ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. ദാ നിങ്ങൾ കാണുന്ന പോലെ ഈ മതിലൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ കല്ലുകൊണ്ടാണ്, വെട്ടുകല്ല്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതുപോലൊരു വീടാണ്. വളരെ ട്രഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന, അതായത് ട്രഡീഷണൽ ഔട്ട്ലുക്കുള്ള, അതേസമയം കണ്ണൂരിൽ തന്നെയുള്ള രാകേഷ് സജന ദമ്പതികളുടെ വീട്. ഈ പ്രോജക്റ്റ് എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ സുഹൃത്തായ പ്രവീണിൻ്റെ ഡ്രീം ലൈഫ് ഇൻറ്റീരിയേഴ്സാണ്. അതായത് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് ചെയ്തിരിക്കുന്നവരാണ്. ദാ നിങ്ങൾ കാണുന്ന പോലെ എക്സ്പോസ്ഡ് ലാറ്ററൈറ്റിൽ ചെയ്തിരിക്കുന്നത്, കണ്ണൂർ കല്ലുകൊണ്ട് ചെയ്തിരിക്കുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഔട്ട്ലുക്കുള്ള, അതേസമയം അകത്തോട്ട് വരുമ്പോൾ ഒരു കോണ്ടംപററി ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വീട്. ഇറ്റ്സ് മീ അജയ് ശങ്കർ. വെൽക്കം ടു മൈ ഷോ ഹോം ഡീറ്റെയിൽ. വീടിൻ്റെ പേര് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ കൃഷ്ണശോഭ എന്നാണ് വീടിൻ്റെ പേര്. യഥാർത്ഥത്തിൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങൾ ചെയ്യുമ്പോൾ പലരും ചിന്തിക്കാറുണ്ട്, പലരും പറയാറുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് എങ്ങനെ ചെയ്യണം. ഇവിടെ ഇപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് വരുന്നതേ ഉള്ളൂ, അതുപോലെ കോമ്പൗണ്ട് വാളുകൾ എത്തുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ആ കണ്ണൂരിൻ്റെതായിട്ടുള്ള ചുമല മണ്ണ് കളറുണ്ടല്ലോ, അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. കിണർ ഓൾറെഡി ഉണ്ട്. ഇനി ഈ കാണുന്നതാണ് കാർ പോർച്ച്. അതായത് കാർ പോർച്ചിൻ്റെ ഹൈറ്റ് നമുക്ക് അകത്തോട്ട് ചെല്ലുമ്പം നമ്മുടെ ഒരു ലിവിങ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. കാർ പോർച്ച് അങ്ങനെ പോയിരിക്കുന്നു. ഇതിൻ്റെ ഔട്ട്ലുക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ എക്സ്പോസ്ഡ് ലാറ്ററൈറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മുകളിലെല്ലാം തന്നെ റൂഫിങ് പൂർണ്ണമായിട്ടും പോയിരിക്കുന്നത് നാടൻ ഓടാണ്. നാടൻ ഓടിൻ്റെ താഴെയുള്ള എന്താണെന്ന് നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് കയറുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. അതിന് മുമ്പ് കാണേണ്ടത് സിറ്റ് ഔട്ട് കയറുന്ന ഈ ഒരു ഏരിയയാണ്. ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് തടിയാണ്, വുഡ്. ഇത് പുതിയ വുഡല്ല, പഴയ വുഡ് ചെയ്തിരിക്കുന്നതാണ്. ഓൾഡ് വുഡ് ഉരുപ്പടികൾ ഒരുപാട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോഴേക്കും സിറ്റ് ഔട്ടിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഫ്ലോറിംഗ് ആണ്. നമ്മുടെ കോട്ട ഗ്രീൻ കോട്ട സ്റ്റോൺ അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഈ ഗ്രൂവിങ് കാണാൻ സാധിക്കും. അതുപോലെ ഇത് പോളിഷ്ഡ് കോട്ട സ്റ്റോണാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എലമെൻ്റ് ഉള്ളിലൊക്കെ ഉണ്ട്. അത് നമ്മുടെ സിറ്റ് ഔട്ടിലാകമാനം വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം വുഡ് യഥാർത്ഥത്തിൽ ഇതിനോട് ആ ഒരു ട്രഡീഷനോട് ചേർന്ന രീതിയിലുള്ള വുഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ പോയിരിക്കുന്ന ഫ്ലോറിങ്ങും നമ്മൾ ഈ പറഞ്ഞ ഫ്ലോറിങ് തന്നെയാണ്. ഇതെല്ലാം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ചെയ്തിരിക്കുന്ന വുഡ് എടുത്ത് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇവിടുത്തെയാണ് നമ്മുടെ സീലിങ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നാടൻ ഓട് പറഞ്ഞിരുന്നു. താഴെ വരുന്നത് ഇതെല്ലാം പോയിരിക്കുന്നത് ടാറ്റയുടെ സ്ട്രക്ചറിൽ പോയിരിക്കുന്നതാണ്. താഴെ വരുന്നത് നമ്മുടെ സാധാരണഗതിയിൽ ഇത് ചൂടൊക്കെ കുറയ്ക്കാനായിട്ടുള്ള ഓട് നമ്മൾ സാധാരണ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ ഓട് താഴെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ നാടൻ ഓട് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ ജനാലകൾ സ്ട്രക്ചറെല്ലാം തന്നെ വുഡിൽ പോയിരിക്കുന്നു. ഇവിടെയും വുഡ് കൊടുത്തിരിക്കുന്നതാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ലാറ്ററൈറ്റ് എക്സ്പോസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും പലർക്കും സംശയമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് വെള്ളത്തിൻ്റെ അതായത് വാട്ടർ ഫ്ലോ അടിക്കുമ്പോൾ അതൊക്കെ വരാതിരിക്കേണ്ട ക്ലിയർ കോട്ട് അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ ഒരു ഗ്രൂവിങ് ഒക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇത് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇവർ പൂർണ്ണമായിട്ട് ഈ ഒരു രീതി അവലംബിച്ച് പോയിരിക്കുന്നു. അതിനെ ക്ലിയർ ആയിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോറിലേക്ക് വരാം. മദർസൺ സാധാരണ നമ്മുടെ നടുക്കുന്ന് ഓപ്പൺ ആയിട്ടുള്ള ഡോറുകളായിരുന്നു. ഇപ്പോൾ വരുന്ന ഈ ഒരു ട്രെൻഡാണ്. അങ്ങനെ മദർസൺ കോൺസെപ്റ്റിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. വുഡാണ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ഇനി ഈ രണ്ട് സൈഡിലായിട്ട് ജനാലകളും പോയിട്ടുണ്ട്. നമുക്കിനി അകത്തേക്ക് കയറാം. ഡോറ് ചെയ്തിരിക്കുന്നത് പ്ലാവാണ്. പൂർണ്ണമായിട്ടും പ്ലാവിൽ ചെയ്തിരിക്കുന്ന ഡോറാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് വരാം. ഇത് ലിവിങ്ങിലോട്ട് എത്തിയിട്ടില്ല കേട്ടോ, നമ്മുടെ ഉള്ള ഏരിയയാണ്. ഇവിടെയാണ് പ്രയർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്ലൈവുഡ് പ്ലസ് വിനീർ ലാമിനേറ്റ് പോയിരിക്കുന്നു. ഇവിടെ അങ്ങനെ ഒരു പ്രയർ ഏരിയ പോയിരിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഫൈവുഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ഫൈബർ കോമ്പോസിറ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. NFC എന്ന് പറയും. അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വിനീർ പേസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിനപ്പുറം കിച്ചണാണ്. നമുക്ക് കിച്ചണിലോട്ട് പോകുമ്പോഴത്തേക്കും അത് കാണാം. ഇവിടെ തന്നെ ഒരുപാട് എലമെൻറ്റ്സ് ഇവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഈ കൊടുത്തിരിക്കുന്ന ബുദ്ധൻ. ഇത് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ് വിപിൻ. ഇരിട്ടി ആർട്ട് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് വിപിനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. മെറ്റൽ ആർട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ ലൈറ്റ് സ്പ്ലാഷ് ചെയ്ത്, അതായത് ഒരു ഓറ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ ഒരു സ്വിങ് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും ഇവിടെ അകത്തുള്ള ബീമുകളിലൊക്കെ അത് സാധാരണ നമ്മുടെ ബീമാണ് കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മുടെ ലാറ്ററൈറ്റ് ക്ലാഡിങ് ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്.
നാച്ചുറൽ ക്ലാഡിങ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് എക്സ്പോസ് ലാറ്ററൈറ്റാണല്ലോ പുറത്തുള്ളത്, അതുകൊണ്ട് അതേ എലമെൻറ്റ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇനി ഇവിടുത്തെ ഫ്ലോറിങ്ങിലേക്ക് വരാതെ നമ്മൾ വെളിയിൽ കണ്ട ആ ഒരു ഗ്രീൻ കോട്ടയുണ്ടല്ലോ 2x2 സൈസ്, അതാണ് ഈ പോയിരിക്കുന്നത്. അതേസമയം ഈ കാണുന്നത് 4x2 ടൈലാണ്. നമ്മുടെ GVT ടൈല് കൊടുത്തിരിക്കുന്നു. അതിന് ഇതൊരു പാത്ത് വേ പോലെ അങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് നാച്ചുറലാണ്, ഇത് GVT ആണ്, നിങ്ങൾക്കറിയാമല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. എപ്പോഴും ഡൈനിങ് ഏരിയ, കിച്ചൺ പറഞ്ഞിട്ടാണ് ഡൈനിങ് വരുന്നത്, പക്ഷേ ഇതിനോടൊപ്പം ഡൈനിങ് കിടക്കുന്ന കാരണമാണ് ഞാൻ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത്. 6 സീറ്റർ ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡ്രീം ലൈഫ് ഇൻറ്റീരിയേഴ്സാണ്. എൻ്റെ സുഹൃത്തായ നമ്മുടെ പ്രവീണിൻ്റെ വർക്കാണ് ഈ പോയിരിക്കുന്നത്. വുഡിൽ തന്നെ ചെയ്തിരിക്കുന്നു. മുകളിൽ ഗ്ലാസ്സാണ് വരുന്നത്. 6 സീറ്റർ ചെയറും പോയിരിക്കുന്നു. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള ഈ മ്യൂറൽ പെയിൻറ്റിങ്, ഇത് വിപിൻ ചെയ്തതാണ്. മ്യൂറൽ പെയിൻറ്റിങ് ഇവിടെ ചെയ്തിരിക്കുന്നു. ഇനി മ്യൂറൽ പെയിൻറ്റിങ് ഇതൊരു ട്രഡീഷണൽ ഹോം ആയതുകൊണ്ടാണ് ഇതതിന് ആപ്റ്റാണ് കേട്ടോ. ഇവിടെയാണ് വാഷിംഗ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ വുഡ് ചെയ്തിരിക്കുന്നതാണ്. താഴെ വാഷിംഗ് ക്യൂബിക്കിൽ, മുകളിൽ നമ്മുടെ ഗ്രാനൈറ്റ് സ്ലാബ് ചെയ്തിരിക്കുന്നു. അതിന് ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ടൈല് ചെയ്തിരിക്കുന്നു. ഇവിടെ തന്നെ നമ്മുടെ റൗണ്ട് മിററാണ് വന്നിരിക്കുന്നത്. അവിടുന്ന് മുകളിൽ നിന്നും സൈഡിൽ നിന്നും നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ഡെക്കറിങ് എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇനി വരുന്നത് നമ്മുടെ കിച്ചൺ ഏരിയ ആണ്. കിച്ചൺ ഏരിയയിൽ ഇവിടെ നമുക്കൊരു കൗണ്ടർ പോയിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഒരു സിംഗിൾ സീറ്റിംഗ് ആയിട്ടോ, ഡബിളാക്കി എടുക്കാം, പക്ഷേ സിംഗിൾ സീറ്റിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോയിരിക്കുന്നു. അവിടുന്ന് നമുക്ക് അകത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈല് എന്ന് പറയുന്നത് നമ്മുടെ 2x2 മാറ്റ് ഫിനിഷ് ടൈലാണ്. കുറച്ച് മുന്നേ നമ്മൾ കണ്ട ഗ്ലോസി ആയിരുന്നു. ആ ഗ്ലോസിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറ്റ് ഫിനിഷ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡാണ്. അതേസമയം നമ്മുടെ വാഷിങ്ങിൻ്റെ താഴെയൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ മൾട്ടിവുഡാണ്. തോംസൻ്റെ മൾട്ടിവുഡ് യൂസ് ചെയ്തിരിക്കുന്നു വാഷ് ബേസിന് താഴെ. കാരണം വെള്ളം വീണാൽ പ്രശ്നം വരാതിരിക്കാൻ. ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സിങ്ക് പ്ലസ് ഫോസറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ഡബിൾ ലിഫ്റ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡബിൾ ലിഫ്റ്റപ്പിൽ GTPT, ഇത് ആക്സറീസ് എല്ലാം ബ്ലമ്മിൻ്റെതാണ്. അതായത് നമുക്കിവിടെ ഇപ്പോൾ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആക്സറീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഓപ്പൺ ആയിട്ടുള്ള ലൂവേഴ്സ് പോയിരിക്കുന്നു. ടാൻഡം ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിവിടെ ഒരു കിച്ചണിന് എന്തൊക്കെ ആക്സറീസ് വേണോ അതനുസരിച്ച് ചെയ്തിരിക്കുന്നു. എല്ലാം ഗോള പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. ഗോള ഹാൻഡിൽസ്, അതായത് ഹാൻഡിൽ നമുക്ക് ഒരു കാഴ്ചയിൽ കാണത്തില്ല, അതേസമയം ഹാൻഡിലുണ്ട്. അങ്ങനെ ചെയ്തിരിക്കുന്നു. സോഫ്റ്റ് ക്ലോസ് ആണ്. കിച്ചണിൻ്റെ സൈസ് വരുമ്പോഴത്തേക്കും ഒരു 10x12 എന്ന സൈസിലുള്ള കിച്ചണാണ് വന്നിരിക്കുന്നത്. ഡൈനിങ് ഏരിയ സൈസ് വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ 12x10 എന്നുള്ള സൈസ് വന്നിരിക്കുന്നു. ഫുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട്. 90 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും സീലിംഗ്, നോർമലി നമ്മൾ വെളിയിലുള്ള സീലിംഗ് പറഞ്ഞിരുന്നു. അകത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ സീലിംഗിൽ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് പോയിരിക്കുന്നു. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് പോയിട്ടുണ്ട്. ആർക്കി ഡ്രൈവിലും ഹാങ്ങിങ് ലൈറ്റാണ് വന്നിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് ഡബിൾ ഹൈറ്റാണ്. നോർമലി നമ്മൾ സാധാരണ ഒരു വീട്ടിൽ കയറുമ്പോഴത്തേക്ക് അതിനകത്ത് ഹൈറ്റ് നമ്മൾ പലപ്പോഴും സീലിങ്ങുകളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ പൂർണ്ണമായിട്ടും ഡബിൾ ഹൈറ്റിലാണ് പോയിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ 2700 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, 2700-2800 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത്. എല്ലാ ബെഡ്റൂമും നമ്മൾ കാണിക്കുന്നില്ല, ഇപ്പോൾ അതിനകത്ത് പല അസൗകര്യങ്ങളുള്ളതുകൊണ്ട്. പക്ഷേ നമുക്ക് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x12 സൈസുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത്. 2 സൈഡിലായിട്ട് ജനാല കൊടുത്തുകൊണ്ട് നടുക്കാണ് നമുക്ക് കിങ് സൈസ് ബെഡ് കോട്ട് വന്നിരിക്കുന്നത്. ഹെഡ് ബോർഡ് വന്നിരിക്കുന്നത് മറൈൻ പ്ലൈയുടെ പ്ലസ് ലാമിനേഷൻ. ഇവിടെയൊക്കെ നമ്മൾ ടെക്സ്ചറൊന്നുമല്ല, നമ്മുടെ സാധാരണ സുർക്കി, അതായത് ആ ഒരു ഇതുണ്ടല്ലോ, അത് മണ്ണ് തേച്ചിരിക്കുന്നതാണ്. അവിടെ ഒരു എന്താ പറയുക, 2 സൈഡിലും ലൈറ്റുണ്ട്, നടുക്കൂടെ നമുക്കൊരു പെയിൻറ്റിങ്ങും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലായിട്ടാണ് വാർഡ്രോബ് വന്നിരിക്കുന്നത്. 3 ഡോർ വാർഡ്രോബാണ്. അതും മറൈൻ പ്ലൈയുടെ പ്ലസ് മൈക്ക ലാമിനേഷൻ അപ്പർ ലോഫ്റ്റോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ബാത്റൂമുണ്ട്. ബാത്റൂം നമ്മൾ പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞ ആ ഒരു ഇതാണ് പോയിരിക്കുന്നത്. ആ മണ്ണുണ്ടല്ലോ, അത് തേച്ചിട്ടുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമാണുള്ളത്. ഒരു ബെഡ്റൂമിൽ അദ്ദേഹത്തിൻ്റെ ഫാദർ കിടക്കുന്നുണ്ട്. നമ്മളതുകൊണ്ട് അങ്ങോട്ട് എൻ്റർ ആവുന്നില്ല. നമുക്കിനി നമ്മുടെ സ്റ്റെയർ കേസ് ഏരിയയിലോട്ട് പോയിട്ട് മുകളിലോട്ട് പോകാം. ഈ ഏരിയയിലൊക്കെ അതുപോലെ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മറൈൻ പ്ലൈയുടെ പ്ലസ് ലാമിനേഷനാണ്. സ്റ്റെയർ കേസിലോട്ട് വരാം. സ്റ്റെയർ കേസിൻ്റെ താഴെ ഇത് ലാറ്ററൈറ്റിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത് പറഞ്ഞു. പക്ഷേ സ്റ്റെയർ കേസിൻ്റെ താഴെ വശം ചെയ്തിരിക്കുന്നത് തബൂക്കിലാണ്, സിമെൻറ്റ് കട്ട. ഇത് ചെയ്തിരിക്കുന്ന വേങ്കയാണ്. ഇത് പൂർണ്ണമായിട്ട് അടിച്ചിരിക്കുന്നത്, പോളിഷ് ചെയ്തിരിക്കുന്നു. ഇവിടെയും അതായത് ഈ ഏരിയയിലൊക്കെ വുഡ് തന്നെ പോയിരിക്കുന്നു. ഇത് MS ആണ്. ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ കയറി വരുന്നത് ലിവിങ്ങിലേക്കാണ്. ഇതാണ് ലിവിങ് ഏരിയ. ഇത് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നതല്ല, വാങ്ങിച്ചിരിക്കുന്നതാണ്. 2
1:1:3 എന്നുള്ള രീതിയിൽ ഒരു കോർണർ സോഫ പോലെ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഏരിയയിൽ ഒരു കോഫി ടേബിൾ, ഇതും വുഡിൻ്റെയാണ്. കോഫി ടേബിളും ചെയ്തിരിക്കുന്നു. ഈ ഒരു സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 14-12 സൈസ് എന്ന് പറയേണ്ടി വരും, ആ സൈഡ് വരെ. ഇവിടെ നമുക്ക് വരുന്നത് നമ്മുടെ ടി വി യൂണിറ്റാണ്. ടി വി യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഡബിൾ ഹൈറ്റായെന്ന് മനസ്സിലായല്ലോ. ഇവിടുന്ന് താഴെ നിന്ന് വരുമ്പോഴത്തേക്ക് ഇത് ഡബിൾ ഹൈറ്റിലോട്ട് വന്നു. ഇതിൻ്റെ സീലിംഗ് ഒക്കെ നമ്മൾ വെളിയിൽ പറഞ്ഞ സാധനം തന്നെയാണ്. ഇവിടെ ടി വി വെച്ചുകൊണ്ട് ഇതെല്ലാം ഡ്രീം ലൈഫിൻ്റെയാണ്, അതായത് പ്രവീണിൻ്റെ വർക്കാണ്. ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഹെഡ് ബോർഡ് പോലെയൊന്നും കൊടുത്തിട്ടില്ല. അതേസമയം ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്ന കാണാൻ പറ്റും. ഓപ്പൺ ലെഡ്ജസ് ചെയ്തുകൊണ്ട് ഈ ഏരിയ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡബിൾ ഹൈറ്റാണ്. ഡബിൾ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം എത്ര ഹൈറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇവിടെ എല്ലാം തന്നെ വന്നിരിക്കുന്ന ജനാലകൾ വന്നിട്ടുണ്ട്. ജനാലകളുടെ സൈസ് സാധാരണ സൈസിനേക്കാളും മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. പഴയ ഗ്രാമഫോണൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റഡാണ്. നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് തുറക്കാൻ പറ്റുന്നു. പക്ഷേ ഇന്നിപ്പോൾ കറണ്ടില്ല, അതുകൊണ്ടാണ് തുറന്ന് കാണിക്കാത്തത്. ബുക്ക് ഷെൽഫ് പലപ്പോഴും റീഡിങ് കോർണേഴ്സ് പല വീടുകളിലും മിസ്സാവുന്ന സാധനമാണ്. കൃത്യമായിട്ടുള്ള ബുക്ക് ഷെൽഫ് കൊടുത്തുകൊണ്ട് റീഡിങ് കോർണർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ചെയ്തിരിക്കുന്നത് പ്രവീൺ. ഇതൊക്കെ നമ്മുടെ ഡ്രീം ലൈഫിൻ്റെ പ്രവീണിൻ്റെ വർക്കാണ്. ഇനി നമുക്ക് കയറേണ്ടത് ഇതിൻ്റെ ഇതൊരു സെക്കൻഡ് ഫ്ലോർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ ഒരു കാർ പോർച്ചിൻ്റെ മുകളിലാണ്. യഥാർത്ഥത്തിൽ സെക്കൻഡ് ഫ്ലോറിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ പ്രധാന സംഗതി ഈ സ്റ്റെയർ കേസ് തന്നെയാണ്. സ്റ്റെയർ കേസ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു, വേങ്ങയാണ് തടി ഉപയോഗിച്ചിരിക്കുന്നത്, ഹാൻഡ് റെയിൽ ഉൾപ്പെടെ. ഇത് ചെയ്തിരിക്കുന്നത് MS-ൻ്റെ താഴെ നിന്ന് തന്നെ MS-ൻ്റെ സ്ട്രക്ചർ വന്നിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് പോയിരിക്കുന്നത്. നമുക്കിനി മുകളിലേക്ക് കയറാം. ഈ വീഡിയോ വരുന്ന ഹോം ഡീറ്റെയിൽ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ചാനലിലാണ്. അപ്പോൾ ഡോക്ടർ ഇൻറ്റീരിയർ അല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് പൂർണ്ണമായിട്ട് ഈ വീഡിയോ എടുക്കുന്ന നാച്ചുറൽ ലൈറ്റിലാണ്. ലൈറ്റില്ല, കറണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ നാച്ചുറൽ ലൈറ്റിലാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അപ്പർ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞു. ഈ ഒരു ഏരിയ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ്, ഡൈനിങ് ഏരിയയാണ്. ഇതിൻ്റെ മുകളിൽ ആ ഓട് പാകിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. മറ്റേ ബാക്കി പറഞ്ഞാൽ നമ്മുടെ പുറത്തൻ ബ്രിക്കിൻ്റെ പോലെയുള്ള ഓടുകൾ. ഇതിന് തണുപ്പ് വളരെ കൂടുതലാണ് ഈ വീടിനുള്ളിൽ, ഒരു ഫാനിൻ്റെ ആവശ്യമില്ല. ഇവിടെ അതുപോലെ നമ്മൾ ആ ബുദ്ധൻ്റെ ആ ഏരിയ ഡബിൾ ഹൈറ്റ് ഏരിയയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ സ്വിങ് കൊടുത്തിട്ടുണ്ടേ. ഇവിടെയാണ് സ്വിങ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സോപാനപ്പടി പോലെ ചെയ്തിട്ടുണ്ട്. ഇതും ചെയ്തിരിക്കുന്നത് വുഡിലാണ്, പ്രവീണിൻ്റെ വർക്കാണ്. ഇവിടെ ഒരു വാൾ പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്, രാധാകൃഷ്ണ. ഇവിടെയൊക്കെ ആ തടിയുടെ എലമെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇവിടെ ഉള്ളത് ജാളി വർക്കുകൾ. ഇതിൽ ജാളികൾ അതങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന നുവ കോട്ട എന്ന് പറയുന്ന ബ്രാൻഡാണ്. നമ്മളൊരു വീഡിയോ അതിന് ചെയ്തിട്ടുണ്ടായിരുന്നു, നുവ കോട്ടയുടെ ആ ബ്രാൻഡാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ ഉണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിൽ ആളുള്ളത് കൊണ്ട് ഞങ്ങൾ തുറന്ന് കാണിക്കുന്നില്ല. ടോട്ടല് 3 ബെഡ്റൂംസാണുള്ളത്. 2700 സ്ക്വയർ ഫീറ്റാണ് ഈ വീട്. 3 ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. ടോട്ടല് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു വളരെ ട്രഡീഷണലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീട്. ഇവിടെയൊക്കെ ആ ട്രഡീഷണൽ എലമെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ബ്രിക്ക് ജാളികൾ, ജാളി വർക്കുകൾ, ഇതെല്ലാം നുവ കോട്ടയുടെ ജാളി വർക്കുകളാണ്. ഈ ബ്രിക്ക് ജാളി അതുപോലെ ജാമ്പ് ജാളി അതൊക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി. നമ്മളൊരു വീട്ടിൽ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടിരിക്കാനായിട്ടുള്ള ഒരു ഏരിയ നമ്മൾ ഒരു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിലൊരു ബാൽക്കണി ആയിരിക്കും. ഇതങ്ങനെ ഒരു ബാൽക്കണിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ MS-ൻ്റെ ഇത് പോയിരിക്കുന്നു. ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത് അങ്ങനെയുള്ള വുഡ് എലമെൻറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്കും ഇതും നമ്മുടെ ഗ്രാനൈറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഗാലക്സി ഗ്രാനൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളി ഇരിപ്പിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവൻ്റെ ഇൻറ്റീരിയർ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രവീണാണ്. ഡ്രീം ലൈഫ് ഇൻറ്റീരിയേഴ്സാണ് അവരുടെ ഫേമിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ണൂർ മാത്രമല്ല കേരളത്തിലുടനീളം അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഫേമിൻ്റെ പേരെടുത്ത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രൊമോഷൻ വീഡിയോ ആണെന്നാണ്. ഒരിക്കലുമല്ല, ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതല്ല. നമ്മുടെ ഹോം ഡീറ്റെയിലിൽ വരുന്ന വീഡിയോസ് ഒന്നും തന്നെ നിങ്ങളുടെ വീട് വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വിളിച്ചാലും ഞാൻ അവിടെ വന്ന് ചെയ്തു വരും. കോട്ടയത്തു നിന്ന് വന്നാണ് കണ്ണൂർ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രൊമോഷനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പലരും പ്രമോഷൻ എന്ന് പറയും, അങ്ങനെയല്ല. ഇത് നമ്മുടെ ഒരു കസ്റ്റമർ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എനിക്ക് അയച്ചു തന്നു എൻ്റെ ഫോണിൽ. അത് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് വേറൊരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരെലമെൻറ്റെങ്കിലും നമ്മുടെ ഒരു കാഴ്ചക്കാരന് അവരുടെ വീട്ടിലോട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഞാൻ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയും പ്രൊജക്റ്റുകൾ ഓൾവേസ് വെൽക്കം എന്നേ പറയുകയുള്ളൂ. തീർച്ചയായിട്ടും കാണിക്കാൻ ശ്രമിക്കും നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ നമ്മുടെ പ്രവീണിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ ഇതിൻ്റെ ആർക്കിടെക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മുടെ വിപിൻ ഇതിൻ്റെ പെയിൻറ്റിങ്സ് ചെയ്ത മ്യൂറൽ പെയിൻറ്റിങ്സ് വിപിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്.
ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് വരും, മികച്ച പ്രൊജക്റ്റുകൾ വരും. ഇന്ന് കറണ്ട് ഇല്ലായിരുന്നു ഈ വീട്ടിൽ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ കുറച്ചേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനിയും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമായി. അതുവരേക്കും ഗുഡ് ബൈ.